ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വലിയ ഇത് കോലാലമേട് വരെ നമുക്ക് ടിപ്പറയിൽ യാത്ര ചെയ്താലോ? നമുക്ക് ടിപ്പർ യാത്ര എങ്ങനെയുണ്ട് നോക്കാം. അതുപോലെ ഇപ്പോൾ നമുക്ക് റോഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. റോഡേ ഇപ്പം വലിയ അമ്പലത്തിൻ്റെ അവിടെ അപ്പുറത്തോട്ട് റോഡ് ഇത്ര മെച്ചപ്പെട്ടതല്ല. ടാറിങ് അവിടെ കൊണ്ട് തീരുവാണ്. അതിൻ്റെ മുകളിലോട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ബൈക്ക് യാത്രക്കാർക്ക് പോകാൻ പറ്റുമോ, അതുപോലെ സ്കൂട്ടറിന് പോകാൻ പറ്റുമോ, പിന്നെ ജീപ്പിന് പോകാൻ പറ്റുമോ. അപ്പോൾ ജീപ്പും ഇതുപോലെ ടിപ്പറ് പിക്കപ്പ് പോലെയുള്ള വണ്ടികളൊക്കെ കയറി പോകും. അപ്പോൾ അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലയോ, എങ്ങനെയുണ്ട് റോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ വീഡിയോ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നമുക്ക് ഒരു മെച്ചപ്പെട്ട വീഡിയോ തന്നെ നമുക്ക് എടുക്കാം. ഓഫ് റോഡ് പോകേണ്ടവർക്ക് പിന്നത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല. ഓഫ് റോഡ് ഈ വർഷം ഓഫ് റോഡ് ഇതുവഴി പൊക്കോണം. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ടാറിങ് ആവും, കിടക്കാച്ചി റോഡാവും. പിന്നെ മുണ്ടക്കയത്ത് നിന്ന് 18 കിലോമീറ്റർ ലാഭമാണ് നമുക്ക് പൂക്കിറ്റ് പോലെ വാഗമണ്ണിലെത്തും കേട്ടോ. അപ്പോൾ വാഗമണ്ണ് തൊട്ടിപ്പുറത്ത് കോലാലമേട് വരെ ഈ വണ്ടി പോകുന്നുള്ളൂ. അവിടെ വരെയുള്ള വീഡിയോ ഉള്ളൂ കേട്ടോ. സൂചിപ്പത്തിൽ തോണിയങ്കാട് വെള്ളച്ചാട്ടം, നമ്മൾ തോണിയങ്കാട് വെള്ളച്ചാട്ടം, ഇവിടുന്ന് നല്ല അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. വണ്ടിയാരാണ്ട് നിർത്തി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നിന്ന് ആസ്വദിച്ച് കണ്ടുപോകാനും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാനുള്ള സംവിധാനമുണ്ട് കേട്ടോ. നമ്മൾ ഈ റോഡിന്റെ ടാറിങ് മുണ്ടക്കയെന്നായതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ. വാഗമണ്ണിൽ നിന്ന് മുണ്ടക്കയത്തോട്ട് ഇത് ടാർ ചെയ്തിരുന്നെങ്കിൽ ഈ റോഡ് ഇങ്ങനെ പോകത്തില്ലായിരുന്നു, ഇത്രയും സംഭവിക്കുകയല്ല, കേടുപാടുകൾ പറ്റിയല്ലായിരുന്നു. ഇപ്പം വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ വന്നെന്ന് പറഞ്ഞാലും അങ്ങനെ റോഡിന് അധികം കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇട്ട മിറ്റിലും ഫുള്ളും മിറ്റിലിട്ടതായിരുന്നു. ഇത് വാഗമണ്ണിൽ നിന്ന് ടാർ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇതിപ്പോ മുണ്ടക്കയം വരെയുള്ള ഗതാഗതം വളരെ എളുപ്പത്തിൽ നടന്നേനെ. ടാറിങ്ങിന്റെ പണികൾ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയെന്ന് പറഞ്ഞാലും ബാക്കി ഉള്ള ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് നടന്നേനെ. കാരണം മുണ്ടക്കയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് നടന്നേനെ. ഇതിപ്പോൾ ജനവാസ കേന്ദ്രം അല്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളെ ആയതുകൊണ്ട് വർക്കുകൾ മുണ്ടക്കയത്ത് നിന്നുള്ള വർക്കുകളാണ് തുടങ്ങിയത്. അതുകൊണ്ട് വലിയൻ്റെ വരെ ടാറിങ് വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ഇത്രയും ഭാഗത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയതാണ്. മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നടത്തിയതാണ്. ബാക്കി നിർമ്മാണ പ്രവർത്തനം എളങ്കാട്ടിലെ വെല്ലിയന്തപ്പാലത്തിൻ്റെ പണി തീർന്നാൽ ഉടനെ ടെൻഡറായി എത്രയും പെട്ടെന്ന് 2025 തന്നെ തീർക്കുമെന്ന് ഇപ്പോഴത്തെ MLA ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി തീരും കേട്ടോ, എത്രയും പെട്ടെന്ന് പണി തീരും. അത്ര കണ്ട് ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ തുടങ്ങി വെച്ച പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പണി അധികം ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് തീരും. ഇനി അങ്ങോട്ട് വിനോദസഞ്ചാരികൾക്ക് അവരുടെ പറുദീസയായ വാഗമണ്ണിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും. മുണ്ടക്കയത്ത് നിന്ന് 14 കിലോമീറ്റർ, എളങ്കാട്ടിൽ നിന്ന് 7-8 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ വാഗമണ്ണിലെല്ലാം സുന്ദരമായ സ്ഥലം ആസ്വദിക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വലിയ മഴയുള്ള സമയത്ത് ചെറുവാഹനങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ ഒഴിവാക്കുന്നതിന് നല്ല കേട്ടോ. വലിയ മഴയില്ലാത്തപ്പോൾ ഇപ്പോഴും ആക്റ്റീവയിൽ ഇവിടുന്ന് വാഗമണ്ണിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്ന ആൾക്കാരെ നമുക്കറിയാം കേട്ടോ. ആക്റ്റീവയിൽ നമ്മൾ എളങ്കാട്ടിൽ നിന്ന് പോയി ഈ വഴി തന്നെ പോയി വളരെ ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രം. ഈ വഴി ശ്രദ്ധിച്ച് പോയി വാഗമണ്ണിൽ പോയി ജോലി ചെയ്തിട്ട് ഇതുവഴി തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, എളങ്കാട് വരിക. എളങ്കാട്ടിൽ നിന്ന് കൊടുങ്ങായം അമ്പലത്തിൻ്റെ കൊണ്ടുള്ള റോഡ് തിരിയുക. അവിടുന്ന് നേരെ കൊടുങ്ങായെന്ന് വെല്ലിയന്തയ്ക്കുള്ള ബൈപ്പാസ് വഴി വെല്ലിയന്ത റോഡിൽ കയറുക, നേരെ കോലാലമേട് വിട്ടുപിടിക്കുക. സൂപ്പർ വഴി, ഓഫ് റോഡുകാർക്ക് അടിച്ചു പൊളിച്ച് പോകാനുള്ള വഴിയുണ്ട്. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കൊടുങ്ങാ വഴിയൊന്നും പോകണ്ട. എളങ്കാട്ടിലെ വെല്ലിയന്ത പാലത്തിൻ്റെ വർക്കുകൾ ഏതാണ്ട് 90% തീർന്നിരിക്കുകയാണ്. അതിലെ വണ്ടി കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ ശരിയാകും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ്. 2 കിലോമീറ്റർ കൂടെ അവർക്ക് എളുപ്പമാണ്.
കാലാവസ്ഥ അനുകൂലമായിരുന്നു. നല്ല വ്യൂ പോയിന്റുകളായിരുന്നു കേട്ടോ കടന്നു പോയത്. നല്ല ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു. ടിപ്പറയിൽ ലോഡുമായിട്ട് കയറി വരുന്ന ടിപ്പറയിൽ ഒരു 20 മിനിറ്റ് വലിയ എന്തെന്ന് പോയാൽ നെല്ലത്രം എല്ലാം 20 മിനിറ്റ് മതി. അത് ജീപ്പ് മറ്റ് പിക്കപ്പ് പോലുള്ള വണ്ടികൾ കൂടി ആണെങ്കിൽ അത്രയും സമയമൊന്നും വേണ്ട. അത് മുന്നിൽ പോയ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ അതിൻ്റെ കൂട്ടത്തിലുള്ള പാർട്ട്ണർമാരൊക്കെ ആയതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്ത് പോയത്. അല്ലെങ്കിൽ 15 മിനിറ്റ് കഷ്ടി മതി അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണികൾ എത്രയും പെട്ടെന്ന് തീരട്ടെ, വണ്ടികൾ എത്രയും പെട്ടെന്ന് വരട്ടെ, ടൂറിസം വികസിക്കട്ടെ, നാട്ടിലെ ജനങ്ങൾക്ക് വികസനം ഉണ്ടാകട്ടെ. ഈ വീഡിയോ തൽക്കാലം വഴികൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം ഇട്ടേക്കുന്നുണ്ടോ. തീർച്ചയായിട്ടും കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഇടുക്കാച്ചൊരു വീഡിയോ നമ്മൾ എടുത്തിടുന്നതായിരിക്കും കേട്ടോ. വലിയ എന്തെന്ന് അല്ലെങ്കിൽ ഇളങ്കാട്ടിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന നമുക്കൊരു വീഡിയോ, സൂപ്പർ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട വീഡിയോ ആണ്. എല്ലാവരും വഴി ഒന്ന് മനസ്സിലാക്കുക. ഓഫ് റോഡ് പോകേണ്ടവർക്ക് ഓഫ് റോഡ് പോകാം. എനിക്ക് കൊള്ളാവുന്ന കാറുകൾ ഒരു കാരണവശാലും പോകത്തില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം. കാറുമായിട്ട് വന്ന് വഴി പെട്ടുപോരുത്. കാറുമായിട്ട് വരുന്നത് ഇളങ്കാട്ടി വന്ന് ജീപ്പ് വിളിച്ച് തന്നെ പോകണം. കാറുമായിട്ട് ഇറങ്ങി വരാനോ കയറി പോകാനോ പറ്റിയല്ല. പ്രത്യേകം ഓർമ്മിരിക്കണം, പണി കിട്ടും. അതുകൊണ്ട് കാറ് കൊണ്ട് വരുന്നൊരു ഇളങ്കാട്ടിൽ വണ്ടി ഇടുക, അവിടുന്ന് ജീപ്പ് വിളിക്കുക, പോവുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് കാണുക, അതിൻ്റെ വഴിയൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇനി അടുത്ത തവണ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നല്ല നല്ല വീഡിയോ എടുക്കാം. അപ്പം ഇത്രയും ഉള്ള ഈ വീഡിയോ മനസ്സിലാക്കിയെങ്കിൽ കോലാലുമേട് വരെ ചെല്ലുന്ന ആ വഴിയൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ബെൽ ബട്ടൺ അമർത്തുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കാണാം.